നമസ്കാരം, എഡ്യൂക്കേഷൻ പ്ലസ് എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. നമ്മുടെ UAE-യിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി വളരെ വ്യത്യസ്തമാർന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. വിസ്ഡം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഷാർജ, ദുബായ്, അബുദാബി എന്നീ എമിറേറ്റ്സുകളിലാണ് പ്രധാനമായിട്ടും ഇവരുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിച്ചു വരുന്നത്. എന്തുകൊണ്ടാണ് വിസ്ഡം എഡ്യൂക്കേഷൻ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വേറിട്ട് നിൽക്കുന്നതെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള റാഫി അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. വിസ്ഡം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ 30 വർഷത്തിലധികമായി UAE-യിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിജയകരമായ രീതിയിൽ കഴിഞ്ഞ 30-ലധികം വർഷത്തോളം ഞങ്ങളിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിസ്ഡം ദുബായ്, അബുദാബി, ഷാർജ സെൻറ്റേഴ്സിലായിരുന്നു ആദ്യമായി ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി കോഴ്സുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് ഞങ്ങളത് ദുബായിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദുബായിൽ പുതിയ KHDA, പുതിയ ഹയർ എഡ്യൂക്കേഷൻ നോംസ് വന്ന സമയത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അക്കാഡമിക് സിറ്റിയിലോട്ട് പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും അതുമാത്രമല്ല അത് വലിയൊരു ബ്രാഞ്ച് ക്യാമ്പസും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി കോഴ്സ് ഞങ്ങൾ അബുദാബിയിലും ഷാർജയിലുമായി പരിമിതപ്പെടുത്തിയിരുന്നു. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കോഴ്സസാണ്. വിസ്ഡം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പല യൂണിവേഴ്സിറ്റികളുടെയും UAE പാർട്ട്നേഴ്സായിരുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റി, അതുപോലെ മുമ്പ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി പെട്രോളിയം സ്റ്റഡീസ്, ഇങ്ങനെ നിരവധി ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ UAE സ്റ്റഡി സെൻറ്ററായിരുന്നു വിസ്ഡം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നീട് 2013 UGC നിയമ ഭേദഗതി വന്നപ്പോൾ ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യയിൽ നിന്നും പുറത്ത് യൂണിവേഴ്സിറ്റി കോഴ്സ് നടത്താനുള്ള അനുവാദം നിഷേധിക്കപ്പെടുകയും അങ്ങനെ അത് കംപ്ലീറ്റ് 2013 മറ്റും നിർത്തലാക്കുകയും ചെയ്തു. പിന്നീടാണ് അക്കാഡമിക് സോണിൽ പുതിയ യൂണിവേഴ്സിറ്റികളും ബ്രാഞ്ച് ക്യാമ്പസുകളൊക്കെ വന്നിട്ട് അത് മുന്നോട്ട് പോയത്. ബ്രാഞ്ച് ക്യാമ്പസുകൾ ഇപ്പോഴും ഇവിടെ നടത്തുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അത് പക്ഷേ ദുബായ് അക്കാഡമിക് സിറ്റിയിലോ റാസൽ ഖൈമ അക്കാഡമിക് സോണിലോ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ ഏറ്റവും പുതിയൊരു ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ UGC നോംസ് പ്രകാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇഗ്നോ ആക്ച്വലി MHRD, മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ്. ഗവൺമെൻറ് പ്രസിഡൻ്റാണ് അതിൻ്റെ ചാൻസലർ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അത് ഇന്ത്യയിലെ വൺ ഓഫ് ദി ഹയസ്റ്റ് അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റിയാണ്. NAC A++ എന്ന് പറയും. അപ്പോൾ ഇന്ത്യയിൽ വൺ ഓഫ് ദി ഹയസ്റ്റ് അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റിയാണ് ഒന്ന്. മറ്റൊന്ന്, ഇന്ത്യയിൽ വിദൂര വിദ്യാഭ്യാസ കോഴ്സ് വിദേശ രാജ്യങ്ങളിൽ നടത്താൻ പെർമിഷൻ ഉള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. വിസ്ഡം എഡ്യൂക്കേഷൻ അബുദാബിയും വിസ്ഡം എഡ്യൂക്കേഷൻ ഷാർജയും ഇഗ്നോ പാർട്ട്നേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള കുട്ടികൾക്ക് ഇഗ്നോ പ്രോഗ്രാംസ് ഇവിടെ ചെയ്യാൻ പറ്റും, പരീക്ഷ ഇവിടെ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിനുള്ള എല്ലാ അംഗീകാരങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ വർഷം ഇവിടെ നിന്നും ഡിഗ്രി കോഴ്സൊക്കെ ചെയ്ത കുട്ടികൾക്ക് ഇവിടെയുള്ള മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇക്വിവാലൻസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത, കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെറിയ വലിയൊരു ഫീസില്ലാതെ ബ്രാഞ്ച് ക്യാമ്പസുകൾ കൊടുക്കുന്ന ഭീമമായ ഫീസ് ഒഴിവാക്കിക്കൊണ്ട് മിഡിൽ ഇൻകം ഗ്രൂപ്പിലുള്ള പേരൻസ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. വിസ്ഡം എഡ്യൂക്കേഷൻ അബുദാബി സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ നജിദ സ്ട്രീറ്റിലാണ്. ബിൻ സാഗർ ബിൽഡിംഗ്, നജിദ സ്ട്രീറ്റ്. അവിടെ റൊട്ടാന ഹോട്ടലൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ടാണ് വരിക. ഷാർജയിലേത് മുബാറക് സെൻറ്ററിലാണ്. നമസ്കാരം. വിസ്ഡം എഡ്യൂക്കേഷൻ കഴിഞ്ഞ 30 വർഷമായിട്ട് UAE-യിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇവിടെയുള്ള സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിൽ വർഷങ്ങൾക്ക് ശേഷം പലതരത്തിലുള്ള കോഴ്സസ് കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അത് ഓപ്പൺ സ്കൂളിംഗ് സിസ്റ്റത്തിലൂടെ ഗ്രേഡ് 10, 11, 12 ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാംസ്, BBA, BCom മുതലായവ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ജെനുവിനിറ്റി എന്നീ കാര്യങ്ങൾ സ്ട്രെസ് ചെയ്തുകൊണ്ടാണ്. അതുതന്നെയാണ് വിസ്ഡം ഒരു ട്രസ്റ്റഡ് എഡ്യൂക്കേഷൻ പാർട്ട്ണറായിട്ടാണ് പബ്ലിക്കിൻ്റെ ഇടയിൽ അറിയപ്പെടുന്നത്. പലതരത്തിലുള്ള കോഴ്സുകൾ കൊടുക്കുന്നു. കുട്ടികൾക്ക് ക്ലാസ്സിനോടൊപ്പം തന്നെ ആക്ടിവിറ്റീസും എക്സ്ട്രാ കരിക്കുലർ പ്രോഗ്രാംസും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഏറ്റവും അധികം അഭിമാനത്തോടുകൂടി പറയാം, നമ്മൾ ഇഗ്നോ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയുടെ ട്രസ്റ്റഡ് പാർട്ട്ണറാണ്, UAE പാർട്ട്ണറാണ് വിസ്ഡം എഡ്യൂക്കേഷൻ.
UGCയുടെ NAC അക്രഡിറ്റേഷനിൽ ഏറ്റവും ഹയസ്റ്റ് അക്രഡിറ്റേഷനായുള്ള A++ റേറ്റിംഗ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആ കോഴ്സ് കഴിഞ്ഞ് കുട്ടികൾക്ക് ഇന്ത്യയിൽ തന്നെ പല കോഴ്സുകൾക്ക് പിന്നെ പോകാനും ഗവൺമെൻറ് തലത്തിലുള്ള ടെസ്റ്റുകൾ എഴുതാനും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാനും ഇനി IGNOU പോലുള്ള കോഴ്സ് കഴിഞ്ഞിട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ പോയി കുട്ടികൾക്ക് പഠിക്കാൻ അവർക്ക് ഹയർ ഡിഗ്രി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാനും പറ്റുന്ന ഒരു കോഴ്സാണ് IGNOUയുടെ. അപ്പോൾ IGNOU ഇന്ന് ഇവിടെ UAEയിലെ ഗവൺമെൻറ്റും അംഗീകരിച്ചു കൊടുക്കുന്നതായിട്ടുള്ള വലിയ സന്തോഷമായ വാർത്ത എല്ലാവരും അറിയിക്കുകയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഒരു സർവീസ് സെക്ടറാണ്. ആ സർവീസിൻ്റെ എല്ലാ മാന്യതയോടും കൂടി തന്നെയാണ് വിസ്ഡം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ടീമായിട്ട് തന്നെ ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അഡ്മിൻ സ്റ്റാഫ്, മാനേജ്മെൻറ്റ് ടീം എല്ലാവരും ഒരേ ഡയറക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓപ്പൺ സ്കൂളിംഗ് 10th മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള കോഴ്സുകൾ. അതിനോടൊപ്പം തന്നെ വിസ്ഡം ഏറ്റവും അധികം ഇന്ന് UAEയിൽ ഏറ്റവും അധികം ആളുകൾ ആവശ്യപ്പെടുന്ന ജോലി ചെയ്യുന്നവർ ആവശ്യപ്പെടുന്ന ഒരു കോഴ്സാണ് B.Ed എന്ന് പറയുന്നത്. B.Edഉം ഇന്ന് വിസ്ഡം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതിവിടുത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ ടീച്ചർ ആസ്പിറൻ്റ് ആയിട്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സിനും അത് വളരെ ഉപയോഗമുള്ളൊരു കോഴ്സായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്കും ആവശ്യമായ കോഴ്സുകൾ നല്ല രീതിയിലുള്ള ജെനുവിനായിട്ടുള്ള കോഴ്സുകൾ കൊടുക്കുന്നതാണ് വിസ്ഡം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് 30 വർഷമായിട്ടൊരു സ്ഥാപനം, എഡ്യൂക്കേഷനിലൊരു സ്ഥാപനം നിലനിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന വിസ്ഡം എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു സെഗ്മെൻറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.